ഹായ് വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയ വീട്ടിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ കുഞ്ഞുങ്ങളുടെ മൈൽ സ്റ്റോണിനെ കുറിച്ചാണ് പറയുന്നത്. 0 to 12 months വരെ കുഞ്ഞിൻ്റെ വളർച്ചയും മൈൽ സ്റ്റോൺസും അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. നിങ്ങളുടെ കുഞ്ഞ് പ്രായത്തിനനുസരിച്ച് വളരുന്നുണ്ടോ? 2 മാസം കഴിഞ്ഞിട്ട് ചിരിക്കുന്നില്ലേ? 6 മാസമായിട്ട് ഇരിക്കുന്നില്ല? 10 മാസമായിട്ട് എഴുന്നില്ലേ? ഇങ്ങനെ പല സംശയങ്ങളും എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാകും. ഇന്ന് 12 മാസം വരെയുള്ള കുഞ്ഞിൻ്റെ ഓരോ വളർച്ചാഘട്ടവും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. അവസാനം ഞാൻ പറയുന്ന ഒരു പ്രധാന കാര്യം ഓരോ മാതാപിതാക്കളും അറിഞ്ഞിരിക്കും. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക. ആദ്യം ഒരു കാര്യം ഓർക്കണം, ഓരോ കുഞ്ഞും ഒരേ ദിവസം ഒരേ സമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നില്ല. ഓരോ കുഞ്ഞിനും വളരാനുള്ള സ്വന്തം വേഗമുണ്ട്. അതിനാൽ ഈ വീഡിയോ ഒരു പൊതുവായ മാർഗനിർദ്ദേശമാണ്. ഇനി ഓരോ മാസവും എങ്ങനെയാണെന്ന് നോക്കാം. 0 to 1 months. ആദ്യത്തെ ഒരു മാസം. ജനിച്ചതിന് ശേഷം ആദ്യ മാസം കുഞ്ഞ് പ്രധാനമായും ഉറങ്ങുകയും പാൽ കുടിക്കുകയും ചെയ്യും. അമ്മയുടെയോ അച്ഛൻ്റെയോ ശബ്ദം തിരിച്ചറിയാൻ തുടങ്ങും. മുഖത്തേക്ക് നോക്കാനും വെളിച്ചത്തോട് പ്രതികരിക്കാനും തുടങ്ങും. അടുത്തത് 2 മാസം. 2 മാസത്തിൽ കുഞ്ഞ് ഏറ്റവും സന്തോഷകരമായ മാറ്റമാണ് കുഞ്ഞിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പുഞ്ചിരി. ആദ്യത്തെ പുഞ്ചിരി. കുഞ്ഞ് നിങ്ങളെ കണ്ടാൽ ചിരിക്കാനും വയറ്റത്ത് കിടത്തുമ്പോൾ തല അല്പം ഉയർത്താനും ഒക്കെ ശ്രമിക്കും. അതായത് ടമ്മി ടൈം പോലെ നമ്മൾ കമത്തി കിടത്തുമ്പോൾ പതുക്കെ തല ഉയർത്താൻ ശ്രമിക്കും. 3 മാസം. 3 മാസത്തിൽ കൈകൾ നോക്കാനും കളിക്കാനും തുടങ്ങും. നിറമുള്ള കളിപ്പാട്ടങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കും. ചില കുഞ്ഞുങ്ങൾ ചെറിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. 4 മാസം. 4 മാസത്തിൽ പല കുഞ്ഞുങ്ങളും മറിഞ്ഞു കിടക്കാൻ തുടങ്ങും. ചിലപ്പോൾ 3 മാസത്തിൻ്റെ അവസാനം ആകുമ്പോഴത്തേക്കും മറിയാനായിട്ടുള്ള അവർ തയ്യാറെടുപ്പുകൾ നടത്തും. ചിരിയും ശബ്ദങ്ങളും കൂടുതൽ സജീവമാകും. മാതാപിതാക്കളുമായിട്ട് കളിക്കാനായിട്ട് ഇഷ്ടപ്പെടും. അമ്മയെ കൂടുതൽ തിരിച്ചറിയും കുഞ്ഞ്. ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന അമ്മയായിട്ടല്ലേ, അപ്പം അമ്മയോട് കളിക്കാനും ചിരിക്കാനൊക്കെ തുടങ്ങും. മറ്റുള്ളവരും ഒക്കെ നോക്കുകയൊക്കെ ചെയ്യും. 5 മാസമാവും. 5 മാസത്തിൽ കളിപ്പാട്ടങ്ങൾ ഉറച്ചു പിടിക്കാനും വായിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ തുടങ്ങും. ചുറ്റുപാടുകളൊക്കെ ശ്രദ്ധിക്കും. എന്തൊക്കെയാണ് ചുറ്റുവട്ടത്തുള്ളതെന്നുള്ളത് എപ്പോഴും ചുറ്റുപാടുകൾ നിരീക്ഷിക്കും. 6 മാസം. 6 മാസം ഒരു പ്രധാന ഘട്ടമാണ്. പല കുഞ്ഞുങ്ങളും ചെറിയ പിന്തുണയോടുകൂടി ഇരിക്കാനായിട്ട് തുടങ്ങും. ഈ സമയത്താണ് സാധാരണയായി പൂരകാഹാരം, അതായത് സോളിഡ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പുതിയ രുചികൾ പരിചയപ്പെടുത്താൻ ഇതൊരു നല്ല സമയമാണ്. അപ്പോൾ അവർ ഇരിക്കാനായിട്ട് തയ്യാറെടുക്കും. അപ്പോൾ ചാരിയാണെങ്കിൽ അവർ ഇരിക്കാൻ ഹെഡ് സപ്പോർട്ട് ചെയ്ത് നിർത്താനൊക്കെ തയ്യാറെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഭക്ഷണം കട്ടിയ ആഹാരങ്ങൾ കൊടുത്തു തുടങ്ങുന്നത്. 7 to 8 മാസം. 7-8 മാസങ്ങളിൽ എഴയാനായിട്ട് ശ്രമിക്കും. പേര് വിളിച്ചാൽ തിരിഞ്ഞു നോക്കും. കയ്യടി പോലെയുള്ള ലളിതമായ ചലനങ്ങൾ അനുകരിക്കാനൊക്കെ ശ്രമിക്കും. 9 മാസം. 9 മാസത്തിൽ പല കുഞ്ഞുങ്ങളും പിന്തുണയോടുകൂടി നിൽക്കാൻ ശ്രമിക്കും. നമ്മളിങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ പിടിച്ച് നിൽക്കാൻ, അല്ലെങ്കിൽ സോഫയിലോ കട്ടിലിലോ ഒക്കെ പിടിച്ച് എഴുന്നേറ്റ് നിൽക്കാനായിട്ട് അവർ ശ്രമിക്കും. കളിപ്പാട്ടങ്ങൾ എടുത്ത് മറ്റൊരു കയ്യിലേക്ക് മാറ്റാനും ചെറിയ കളികളൊക്കെ ആസ്വദിക്കാനും ഒക്കെ തുടങ്ങും. 10 മാസം. 10 മാസത്തിൽ ഇതുപോലെ ചില കുഞ്ഞുങ്ങൾ 10 മാസത്തിലാവുമ്പോഴാണ് ഫർണിച്ചറുകളൊക്കെ പിടിച്ച് നടക്കാനൊക്കെ, ഇങ്ങനെ പിടിച്ച് നടക്കാനൊക്കെ ശ്രമിക്കും. തരാനൊക്കെ പറയുമ്പം താ വാ എന്നൊക്കെ പറയുമ്പം അവർക്ക് മനസ്സിലാവും. ഇങ്ങോട്ട് വാ എന്നൊക്കെ നമ്മൾ പറയില്ലേ കുഞ്ഞിനോട്, ഇതാ നമ്മളോട് വാ മോളെ മോനെ എന്നൊക്കെ പറയുമ്പം അവർക്ക് മനസ്സിലാവും നമ്മൾ എന്താ പറയുന്നത് എന്നുള്ളത്. മനസ്സിലാക്കാനൊക്കെ ആയിട്ട് പറ്റും. 11 മാസം. 11 മാസത്തിൽ കുഞ്ഞ് കൂടുതൽ കൗതുകത്തോടുകൂടി ചുറ്റുപാടുകൾ അന്വേഷിക്കും. ചില ലളിതമായ വാക്കുകൾ മനസ്സിലാക്കാനും അതിന് പ്രതികരിക്കാനുമൊക്കെ കുഞ്ഞിന് കഴിവ് വരും. 12 മാസം, അതായത് 1 വയസ്സ്. 1 വയസ്സാകുമ്പോൾ പല കുഞ്ഞുങ്ങളും ആദ്യ ചുവടുകൾ വയ്ക്കുകയോ സ്വന്തമായിട്ട് നിൽക്കാൻ ശ്രമിക്കുകയോ ചെയ്യും. അമ്മ, അച്ഛ എന്നൊക്കെ ചെറിയ ചെറിയ വാക്കുകൾ പറയാനായിട്ട് തുടങ്ങും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മൈൽ സ്റ്റോണുകൾ ഓരോ കുഞ്ഞിനും കൃത്യമായി ഒരേ സമയത്ത് സംഭവിക്കണമെന്നില്ല. ചിലർ അല്പം നേരത്തെയും ചിലർ കുറച്ച് വൈകിട്ടായിരിക്കും ഈ ഘട്ടങ്ങൾ കൈവരിക്കുന്നത്. എന്നാൽ കുഞ്ഞ് പല പ്രധാന വളർച്ചാ ഘട്ടങ്ങളും ദീർഘകാലം പിന്നിലാണെന്ന് തോന്നുകയോ നിങ്ങൾക്ക് ആശങ്ക ഉണ്ടാകുകയോ ചെയ്യുന്നതിന് നിങ്ങളൊരു പീഡിയാട്രീഷ്യനെ കാണിക്കുക. ഒരുപാട് ലേറ്റ് ആവുകയാണെങ്കിൽ മാത്രം. ചെറിയൊരു ഇപ്പം 3 മാസത്തിൽ വന്ന് വീഴുന്ന കുഞ്ഞുങ്ങളുണ്ട്. ചിലപ്പം 5 മാസം 6 മാസം ആകുമ്പോൾ കന്ന് വീഴുന്ന കുഞ്ഞുങ്ങളുണ്ട്. പക്ഷെ അവർക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം തലയുറയ്ക്കാൻ ഒരുപാട് താമസിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കാം. നിങ്ങളുടെ കുഞ്ഞിന് ഇപ്പോൾ എത്ര മാസമായി എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് എഴുതും. അതനുസരിച്ച് നമുക്ക് നെക്സ്റ്റ് വീഡിയോകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ, ഏതെങ്കിലും ടോപ്പിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. അതുപോലെ അപ്പോൾ 6 മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് നൽകാൻ പറ്റിയിട്ടുള്ള റെസിപ്പീസൊക്കെ ഉള്ളൊരു ഇ-ബുക്ക് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.
ഞാൻ ഇൻസ്റ്റാഗ്രാം പേജും കൊടുക്കാം. അതിൽ നിന്ന് ആളുകൾക്ക് പർച്ചേസ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ അത് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.